സംസ്ഥാനത്തെ പോലീസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു 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 മിറക്കിളാണ്. പോലീസിനെ കുറിച്ച് നമുക്കുള്ളൊരു ധാരണ ഇടിവണ്ടി വരുന്നു എന്നാണ്. കാക്കിയുടെ കാണുമ്പോൾ തന്നെ അതിൻ്റെ മണമടിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി മാതൃകാ പോലീസ് സ്റ്റേഷനുകൾ, ജനമൈത്രി പോലീസ്, റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ചേർന്നുള്ള പരിപാടികൾ വളരെ വലിയ തോതിലാണ് പോലീസ് കേരളത്തിൽ മാറിയത്. എന്നാലും ഇപ്പോഴും പോലീസിൻ്റെ കയ്യിൽ ഒരു അഹങ്കാരമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാം. ഞാനും എൻ്റെ കുടുംബവും ദുബായിൽ പോയിരുന്നു. അവിടെ ട്രാഫിക് സിസ്റ്റമൊക്കെ പ്രൊഫഷണലാണ്, വളരെ പ്രൊഫഷണലാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഞങ്ങളെ കൊണ്ടുപോയ പോലീസുകാർ കൊണ്ടുപോയ ടൂറിസ്റ്റ് കാറാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ കാറല്ല, നല്ല മുന്തിയ കാറാണ്. ടൂറിസ്റ്റ് കാറാണെങ്കിലും അദ്ദേഹം ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ എത്തിയപ്പോൾ 1 മില്ലിമീറ്റർ അദ്ദേഹത്തിൻ്റെ ടയർ മുമ്പോട്ട് കയറി നിന്നു. ശ്രദ്ധിച്ചില്ല, മനഃപൂർവ്വമല്ല. അപ്പോൾ തന്നെ സൈറൻ മുഴങ്ങുകയാണ്. ഇവിടെയാണെങ്കിൽ അങ്ങനെ സൈറനൊന്നും മുഴങ്ങത്തില്ല, അവിടെ സൈറൻ മുഴങ്ങുകയാണ്. ഉടൻ തന്നെ ഒരു പോലീസുകാരൻ വന്നു. അദ്ദേഹം ഡ്രൈവറുടെ ഡോറിൽ തട്ടി പിറകിലോട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ തന്നെ ഇദ്ദേഹം പിറകിലോട്ടെടുത്തു. എന്നിട്ട് ഞങ്ങളുടെ ഡോറിൽ തട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തെറി ഞങ്ങൾക്ക് ഉറപ്പാണ്. കേരളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും തെറി ഉറപ്പാണ്. അവർ ഞങ്ങളോട് പറഞ്ഞത് സോറി ഫോർ ഡിസ്റ്റർബൻസ്, എക്സ്ക്യൂസ് മീ, സേഫ് ജേണി. സത്യത്തിൽ ഭയങ്കര അഭിമാനം തോന്നി. കാരണം അവിടെ പൗരന്മാരെ അവർ ബഹുമാനിക്കുന്നതേ, ഒരു സിറ്റിസൻസിനെ ബഹുമാനിക്കുന്ന നാടാണ് അതൊക്കെ. ഇവിടെ നമ്മൾ വികസിത കേരളം, പിന്നെ ചങ്കാണ്, മത്തങ്ങയാണ്, കാരണഭൂതനാണ്, ഇരട്ടച്ചങ്കാണ്, വേണ്ട ബഹളമാണ്. നമുക്കൊരു കുറവുമില്ല തള്ളിമറിക്കാൻ. വികസനം മാതൃകയാണ്. ലോകത്തിലെ വികസനക്കാരെല്ലാം കേരളത്തിൽ വന്നോളൂ. ഇവിടെ കുറേ ആളുകളിരുന്ന് പറഞ്ഞിട്ട ചങ്ക പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞു വന്നത് സുജിത്ത് എന്നൊരു ചെറുപ്പക്കാരൻ. അവരും 3-4 കൂട്ടരും കൂടി കുന്നംകുളത്തൊരു സ്ഥലത്തിരുന്നു. അവരെ പോലീസ് ചോദിച്ചു, സംശയം ഉണ്ടായിരുന്നു മദ്യപിച്ചിരുന്നു. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചോ? സ്വകാര്യ സ്ഥലത്ത് മദ്യപിച്ചിട്ട് പൊതുസ്ഥലത്ത് വരാമല്ലോ, അങ്ങനെ വരുന്നുണ്ടല്ലോ പലരും. പക്ഷെ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചോ എന്നുള്ള പേരിലൊക്കെയാണ് സംശയം തോന്നി ചോദ്യം ചെയ്തു, അന്ന് വിട്ടു. പക്ഷെ അതിലൊരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് വന്നത് സുജിത്ത് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും കൂടി പറഞ്ഞപ്പോൾ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. സ്റ്റേഷനിലിട്ട് അദ്ദേഹത്തെ വല്ലാതെ തല്ലുകയാണ്. ആ തല്ലുന്ന CCTV ഇന്നലത്തെ ചാനലുകളെല്ലാം വന്നു. എത്ര പ്രാകൃതമാണ് നമ്മുടെ പോലീസ്. കൊലക്കുറ്റം ചെയ്തിട്ട് പിടിച്ചാൽ പോലും തല്ലാൻ എന്താ അവകാശം പോലീസിന്? തെളിവെടുപ്പിൻ്റെ ഭാഗമായോ ഒരുപാട് മോഷണമൊക്കെ നടത്തി വന്ന് കുറ്റം നിഷേധിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ചില തല്ലുമൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട്. ഞാനൊരു കുഞ്ഞനുഭവം പറയാം. ഞാൻ ഈ പൊതുപ്രവർത്തനമൊക്കെ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, നല്ല ആക്ടിവിസമൊക്കെ ഉണ്ടായിരുന്നതാണ് ചെറുപ്പത്തിൽ. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതുപോലത്തെ ഒരു പൊതുകാര്യത്തിൽ നിന്നിട്ട് പിടിച്ചുകൊണ്ട് പോയത്. അദ്ദേഹത്തിന് ഇറക്കാൻ ഒരു വക്കീൽ പോയി. CI പരിചയമുള്ളൊരു CI കാണാൻ വക്കീൽ പോയപ്പോൾ ഒരു കൂട്ടിന് എന്നെ കൂടെ വിളിച്ചു. ഞാനും പ്രതികരണ ശേഷിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ കൂടെ വിളിച്ചത്. അപ്പം ഞാനും ഇറക്കാൻ പോയ വക്കീലും കൂടെ അവിടെ ചെന്നപ്പോൾ ആ കൊണ്ടുപോയ പയ്യനെ മുണ്ടാണ് കൊടുത്തിരുന്നത്, ഷർട്ട് ഊരി ഇരുത്തിയിരിക്കുന്നു. എന്തിനാണ് ഷർട്ട് ഊരി ഇരുത്തിയിരിക്കുന്നത് സ്റ്റേഷനിൽ? പോട്ടെ. എന്നിട്ട് CI വന്നു. SI ആണ് പിടിച്ചുകൊണ്ട് പോയത്. കുറച്ചാണ് CI വന്നു. CI വന്നതിന് ശേഷം തുരുതുരാ പള്ളു പറയുന്നു, കുറേ തെറി പറയുന്നു. അമ്മയ്ക്ക് പറയുന്നു, അച്ഛന് പറയുന്നു, അമ്മയ്ക്കൊക്കെ പലവട്ടം പറയുന്നു. അപ്പം ഞാൻ CIയോട് ചോദിച്ചു, സാർ ഇത് ആരുടെ അമ്മയ്ക്കാണ് പറയുന്നത്? ഞങ്ങളുടെ ആണോ? അല്ലല്ല, ഇത് അവൻ കേൾക്കാനാണ്. സാറേ അവൻ കേൾക്കാനാണ് പറഞ്ഞതെങ്കിലും ഒരു പെറ്റ അമ്മയെ താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളും കേട്ടോണ്ട് നിൽക്കുകയല്ലേ? അപ്പോൾ CI പറഞ്ഞാണ് നല്ല തമാശ. സുഹൃത്തെ, ഞാൻ രസത്തിനൊരു കാര്യം പറയട്ടെ. നമ്മളോടൊരു ഫ്രീഡം എടുത്താൽ പറഞ്ഞു. നിങ്ങളെപ്പോലുള്ളവർ കേൾക്കാനും തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വരും, ബാക്കിയുള്ളവർ ഇറക്കാൻ വരും. ഈ ഭാഷ പോലീസ് എന്ന് അവസാനിപ്പിക്കും. നമ്മൾ ട്രാഫിക് ലൈറ്റിൽ നിൽക്കുമ്പോൾ ട്രാഫിക് വർക്കർമാർ പോലും പോലീസ് പോട്ടെ, വെള്ള ഡ്രസ്സിട്ട പോലീസ് പോട്ടെ, വർക്കർമാർ പോലും വളരെ പരുഷമായ ഭാഷയിലാണ് ചെറിയ മിസ്റ്റേക്കുകൾ കണ്ടാൽ പോലും നമ്മോട് പ്രതികരിക്കുന്നത്. ഒരു പൗരബോധമോ പൗരന്മാരുടെ സ്നേഹവും ഇല്ലാത്തൊരു രാജ്യമാണ്. സുധാകരൻ പറഞ്ഞു ഞങ്ങളെ ഭരണം മാറി വരും, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എന്ത് ചെയ്യാനാ? പോലീസുകാരനെ സ്ഥലം മാറ്റും,
സർക്കാർ ജീവനത്തിൽ പോലീസാണ് സ്ഥലം മാറ്റി അയാൾ അവിടെ പോയിരുന്നു ഇത് തന്നെ ചെയ്യും. പിന്നെ കാലാകാലങ്ങൾ വരുന്ന സർക്കാരുകളെ മണിയടിച്ച് നിൽക്കാൻ പോലീസുകാരനും അറിയാം. അവരേതെങ്കിലും ലോക്കൽ രാഷ്ട്രീയക്കാരനെ പിടിച്ചിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും. എന്തായാലും വളരെ ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്, ദുഃഖകരമാണ്. നമ്മുടെ പോലീസ് ഇനി എന്നാണ് നന്നാവുക? നമ്മുടെ സീനിയർ പോലീസ് ഓഫീസറായി റിട്ടയർ ചെയ്ത ഹേമേന്ദ്രൻ അവരുടെ ലേഖനവും ഉണ്ടെന്ന് കേരള കൗമുദിയിലൊക്കെ. ഒരു കാര്യമില്ല. ജേക്കബ് പുന്നൂസ് സാറും അതുപോലെ DGP റിട്ടയർ ചെയ്തവരൊക്കെ ഒരുപാട് എഴുതി തള്ളിയിട്ടുണ്ട്. അലക്സാണ്ടർ ജേക്കബും ഒക്കെ എഴുതിയതിനും പറഞ്ഞതിനൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ പോലീസ് ഇനി എന്നാണ് നന്നാവുക?